ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലേ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഭൗതിക മാറ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആരാ പറയുക? ആർക്കും അറിയില്ലേ? ഓക്കെ, എന്നാൽ പോട്ടെ. ഞാനൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളെല്ലാവരും വെള്ളം തിളപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആര് പറഞ്ഞു? ശരിയാണ്, ജലം നീരാവിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നീരാവി? ആരാ പറയാ? അനു പറഞ്ഞു. അതെ, ജലം വാതകാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് നീരാവി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നീരാവിയെ തിരിച്ച് ജലമാക്കി മാറ്റാൻ പറ്റുമോ? പറ്റുമല്ലേ? അതെ. അപ്പോൾ എങ്ങനെ പറ്റും? പ്രിയ പറഞ്ഞേ. വെരി ഗുഡ്. നീരാവിയെ തണുപ്പിച്ചാൽ ജലം കിട്ടും. അപ്പോൾ ഈ ജലം നീരാവിയായിട്ട് മാറുന്നത് ഒരു താൽക്കാലിക മാറ്റമാണോ? അതെ അല്ലേ. അപ്പോൾ ജലം നീരാവിയായിട്ട് മാറുമ്പോൾ തന്മാത്രകളിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ? ആരാ പറയാ? അഞ്ചു പറഞ്ഞേ. അറിയില്ലേ? പോട്ടെ. നമിത പറഞ്ഞേ. ശരിയാണ്, ജലം നീരാവിയായിട്ട് മാറുമ്പോൾ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജലം നീരാവിയായിട്ട് മാറുന്നത് എന്ത് മാറ്റമാണ്? അത് പറയാൻ പറ്റില്ലേ? അതെ, ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഇനി പറയാൻ പറ്റില്ല ഭൗതിക മാറ്റത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പറഞ്ഞേ, മയൂക പറഞ്ഞേ. അതെ, വെരി ഗുഡ്. ഭൗതിക മാറ്റത്തിൽ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമാണ് വ്യത്യാസം സംഭവിക്കുന്നത്. ഇതൊരു താൽക്കാലിക മാറ്റമാണ്. ഇവയെ എളുപ്പത്തിൽ പഴയ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഭൗതിക മാറ്റം എന്താണെന്ന് എല്ലാവരും പഠിച്ചല്ലോ. ഇനി ഭൗതിക മാറ്റത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാട്ടെ. അറിയ പറഞ്ഞേ. ശരിയാണ്, മെഴുകുതിരി ഒഴുകുന്നത് അത് ഭൗതിക മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി വേറൊരാൾ പറഞ്ഞേ. വെരി ഗുഡ്. വിറക് വെട്ടുന്നത് അതും ഭൗതിക മാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഭൗതിക മാറ്റം എല്ലാവരും പഠിച്ചല്ലോ, ഉദാഹരണം പഠിച്ചല്ലോ. ഇനി മറന്നുപോലല്ലോ. ഓക്കെ.